വിദ്യാർത്ഥികളെ, നമ്മൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് നാം നടത്തേണ്ട ചില പ്രധാന കാൽക്കുലേഷൻസാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം, എല്ലാ NPOകളുടെയും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് അവയ്ക്ക് അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ ഫൈനൽ അക്കൗണ്ടിൽ അഥവാ അവയുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഇതാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ഇനം എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്റ്റേഷനറിയാണ്. ഏത് സ്ഥാപനമായാലും അവയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സ്റ്റേഷനറി വാങ്ങിക്കുകയും ഉപയോഗിക്കേണ്ടതായിട്ടും വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം NPOകൾ ഒരു വർഷം കൺസ്യൂം ചെയ്ത സ്റ്റേഷനറി എത്രയാണെന്ന് കണ്ടുപിടിക്കുകയും അതെങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അപ്പോൾ രേഖപ്പെടുത്തും എന്നതുമാണ് നാം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് സ്പെഷ്യൽ ഫണ്ടുകളാണ്. എല്ലാ NPOകളും വിവിധ സമയങ്ങളിലായി പ്രത്യേക ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫണ്ട് എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് സബ്സ്ക്രിപ്ഷനിലേക്ക് വരാം. ഒരു ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ കൈരളി സ്പോർട്സ് ക്ലബിൻ്റെ 2019 വർഷത്തെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരമുള്ള സബ്സ്ക്രിപ്ഷൻ 50,500 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. 2019 ഡിസംബർ 31, 2019 അവസാനിക്കുന്ന ആ അക്കൗണ്ടിങ് ഇയറിൽ കൈരളി സ്പോർട്സ് ക്ലബ്ബ് തയ്യാറാക്കിയ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷനാണ് 50,500 എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കറണ്ട് ഇയർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 2019 അക്കൗണ്ട്സ് ആണ് നാം തയ്യാറാക്കുന്നത്. കറണ്ട് ഇയർ 2019 ഡിസംബർ 31 അവസാനിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കലണ്ടർ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തെ അക്കൗണ്ട്സ് ആണ് നാം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ 50,500 റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കാണിക്കുന്ന 50,500 എന്ന് പറയുന്നത് 2019 ഈ ക്ലബിന് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ ആകെ തുകയാണ്. ഈ 50,500 രൂപ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബേസിസിൽ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ അക്രൂവൽ ബേസിസിൽ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ്. അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആ കറണ്ട് ഇയറിലെ കൃത്യമായിട്ടുള്ള സർപ്ലസ് ഡെഫിസിറ്റ് കണ്ടെത്തുക എന്നതാണ്. സോ 2019 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക 2019 സബ്സ്ക്രിപ്ഷനാണ്. 2019 നമുക്ക് എത്ര രൂപ സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടേണ്ടതുണ്ട്, ആ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സഹായകരമായ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31 ഡിസംബർ 2018 7,500. അതായത് 2018 പ്രീവിയസ് ഇയറിൽ തൊട്ട് മുന്നത്തെ വർഷം 7,500 രൂപ സബ്സ്ക്രിപ്ഷൻ കുടിശ്ശികയുണ്ട്, അരിയറുണ്ട് എന്ന് ഈ അഡീഷണൽ ഇൻഫർമേഷനിൽ ആദ്യത്തെ അഡീഷണൽ ഇൻഫർമേഷനിൽ കൃത്യമായിട്ട് പറയുന്നത്. എന്താണ് അതിനർത്ഥം? അതായത് കഴിഞ്ഞ വർഷം 7,500 രൂപ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടാൻ ബാക്കിയുണ്ട്, നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അസംഷനിലേക്ക് പോകേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അംഗങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള സബ്സ്ക്രിപ്ഷൻ അടുത്ത വർഷം സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ അടുത്ത വർഷം നമുക്ക് ലഭിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ലഭിക്കുമെന്നാണ് നാം അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ 50,500 രൂപ ഈ വർഷം കിട്ടിയതിൽ ഈ 7,500 രൂപ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാം അസ്യൂം ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഐറ്റം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടിക്കാണും. ഈ 2019 നമുക്ക് ലഭിച്ച സബ്സ്ക്രിപ്ഷൻ 50,500 രൂപയാണെങ്കിലും കഴിഞ്ഞ വർഷം കിട്ടേണ്ട 7,500 രൂപ കൂടി ഉൾപ്പെട്ടതാണ് ആ 50,500 രൂപ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഈ 7,500 രൂപ മൈനസ് ചെയ്താലാണ് കൃത്യമായി
ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ 7500 രൂപ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാനുള്ള ഒരു ഐറ്റം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നു. ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ പ്രീവിയസ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. സോ നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മൈനസ് എന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് അത് ഹെൽപ്ഫുൾ ആകും. രണ്ടാമത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ ഡിസംബർ 31, 2018. കഴിഞ്ഞ വർഷം നമുക്ക് അഡ്വാൻസ് ലഭിച്ച തുകയാണ് 3400 രൂപ. കഴിഞ്ഞ വർഷം സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചത്. ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടുക ഏത് വർഷത്തെ തുകയായിരിക്കും? 2018 അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ 2019 സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. അപ്പോൾ 2018 അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ പോകുന്ന കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനാണ്. അത് ലഭിച്ചത് 2018 ഈ വർഷത്തെ ഇൻകം ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി പ്ലസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനോട് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സോ നമ്മൾ അതും മാർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ രണ്ട് കാര്യം നമുക്ക് മനസ്സിലായി. ഒന്ന്, പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ മൈനസ് ചെയ്യണം. അതേപോലെ പ്രീവിയസ് ഇയറിലെ അഡ്വാൻസ് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31 ഡിസംബർ 2019 were 5100. അതായത് കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കറണ്ട് ഇയറിൽ, അതായത് ഈ വർഷം നമുക്ക് കിട്ടാൻ ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ തരാൻ ബാക്കിയുള്ളത് 5100 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ഒന്ന് ഓർത്തു നോക്കിയായിരുന്നു. അതായത് അക്രൂവൽ ബേസിസിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഇൻകം ലഭിക്കേണ്ടത് അതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ലഭിക്കാനുണ്ടോ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഇൻകം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ 2019 5100 ലഭിക്കാനുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ 5100 കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നാം രേഖപ്പെടുത്തേണ്ടത്. സോ ഇത് പ്ലസ് ചെയ്യാനുള്ള ഐറ്റമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങോ മൈനസ് ചെയ്യണം. ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് നമ്മൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കണം. ഇതിനടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ ഡിസംബർ 31, 2019. 2019 ഡിസംബറിൽ, അതായത് കറണ്ട് ഇയറിൽ അഡ്വാൻസ് ആയിട്ട് ലഭിച്ച സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 1500 രൂപയാണ്. സോ ഈ വർഷം അഡ്വാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏത് വർഷത്താണ്? അടുത്ത വർഷത്തല്ലേ, 2020 അല്ലേ? അപ്പോൾ 2020 സബ്സ്ക്രിപ്ഷൻ ഇപ്പം കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് ഈ വർഷത്തെ ഇൻകമല്ലോ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കമ്പാരിസൺ നടത്താൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് നമ്മൾ ആഡ് ചെയ്യും, ഈ വർഷത്തെ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ കാര്യം നമ്മൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് ഷോ ഹൗ ദി എബോവ് ഇൻഫർമേഷൻ വുഡ് അപ്പിയർ ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. സോ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരാം. നമ്മൾ നേരത്തെ പ്ലസ് ചെയ്തോ മൈനസ് ചെയ്തോ നമുക്ക് സൈഡിൽ കാണാൻ കഴിയും, മാർക്ക് ചെയ്തത് കാണാൻ കഴിയും. ആദ്യം നമ്മൾ ഈ വർഷം ലഭിച്ച സബ്സ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറയുന്നത് 50500 രൂപയാണ്. 50500 രൂപ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം നമുക്ക് ലഭിച്ചതാണ്. സോ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷനായി 50500 രൂപ നാം രേഖപ്പെടുത്തും. ദെൻ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 31/12/2019, അതായത് കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ പ്ലസ് ചെയ്യാനുള്ള ഐറ്റം നമ്മൾ എടുക്കും. ഇനി ഒരു പ്ലസ് ചെയ്യാനുള്ളത് കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് ആണ്. സോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 2018, ആഡ് അഡ്വാൻസ് 31/12/2018. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തുകൊണ്ട് 8500 രൂപ നമ്മൾ കാണിക്കുന്നു. അതിൻ്റെ ഗ്രോസ് ടോട്ടൽ നമ്മൾ എടുക്കുന്നു. ദെൻ ലെസ് ചെയ്യാനുള്ള ഐറ്റം ഫസ്റ്റ് നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ് നമ്മൾ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് 31/12/2018 7500 രൂപ. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തത് കാണാം, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കറണ്ട് ഇയറിലെ അഡ്വാൻസ് മൈനസ് ചെയ്യുന്നു.
ഇവ രണ്ടും കൂടി ആഡ് ചെയ്താൽ 9000 എന്ന് നമുക്ക് ലഭിക്കും. ആ 9000 59,000 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 50,000 എന്ന് ലഭിക്കുന്നു. ഇതാണ് ഈ വർഷത്തെ 2019 ഈ സ്ഥാപന ഈ ക്ലബിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ 2019 ഈ ക്ലബ് ഉണ്ടാക്കിയ ഇൻകം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തയ്യാറാക്കേണ്ടതായിട്ട് വരും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 2018 പ്രീവിയസ് ഇയറിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്ങും അഡ്വാൻസ് ആയിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഒരു ഇൻകമാണ്. ഇൻകം അക്രൂഡ് അഥവാ ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ അതൊരു അസറ്റ് ആണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ 2018 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു 7,500 രൂപ. അതുപോലെ തന്നെ 2018 എത്രയാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്? നമുക്ക് കാണാം 3,400 രൂപയാണ്. ആ 3,400 രൂപ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒരു ലയബിലിറ്റി ആണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ നമ്മൾ കാണിക്കേണ്ടത്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ എൻഡിൽ അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡിൽ നമ്മൾ തയ്യാറാക്കുന്ന ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നതായിട്ട് കാണാൻ കഴിയും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അസറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 5,100 രൂപയും ലയബിലിറ്റി സൈഡിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള 1,500 രൂപയും നാം റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഈസിയായി റെക്കോർഡ് ചെയ്യാൻ കഴിയും. സബ്സ്ക്രിപ്ഷന്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2019 തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. കറണ്ട് ഇയർ 2019 തന്നെയാണ്. ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഓരോ വർഷത്തെയും സബ്സ്ക്രിപ്ഷൻ ലഭിച്ചത് സെപ്പറേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് 50,500 രൂപ ഒന്നിച്ച് ലഭിച്ചതായിട്ടാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ഓരോ വർഷത്തതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2019 നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ തുക എന്ന് പറയുന്നത് ഒരു 8,000 രൂപ, ഒരു 96,000, ഒരു 6,000. ഇങ്ങനെ 96,000, 8,000, 1,04,000, 1,10,000 രൂപയാണ് നമുക്ക് മൊത്തത്തിൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടിയതെന്ന് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, ഈ 1,10,000 ഒന്നിച്ചാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്രകാരം രേഖപ്പെടുത്തുകയാണെങ്കിൽ രേഖപ്പെടുത്തേണ്ടത്. പക്ഷെ ഇവിടെ 2018 സബ്സ്ക്രിപ്ഷൻ 8,000 രൂപയാണെന്നും ഈ വർഷം നമുക്ക് ലഭിച്ച കറണ്ട് ഇയറിലേത് മാത്രമായ സബ്സ്ക്രിപ്ഷൻ 96,000 രൂപയാണെന്നും അതേപോലെ ഈ വർഷം അടുത്ത വർഷത്തേത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലഭിച്ചത് 6,000 രൂപയാണെന്നും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ശേഷം അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ദ ക്ലബ് ഹാസ് 1,000 members each paying an annual subscription of ₹100. ഈ ക്ലബിന് ആകെ 1000 അംഗങ്ങളാണുള്ളത്. ഓരോരുത്തരും നൽകുന്ന വാർഷിക സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 100 രൂപയാണ്. സോ മൊത്തത്തിൽ ഈ സ്ഥാപനത്തിന് ഒരു വർഷം ലഭിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 1000 × 100 അഥവാ 1,00,000 രൂപയാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വർഷം നമ്മൾ ഇൻകമായിട്ട് കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം 1,00,000 രൂപയാണ്. അതിൽ ഈ വർഷം നമുക്ക് ലഭിച്ചത് 1,10,000 രൂപയുണ്ട്. എത്ര രൂപ ലഭിച്ചാലും, എത്ര രൂപ കൂടുതൽ ലഭിച്ചാലും, എത്ര രൂപ കുറഞ്ഞ് ലഭിച്ചാലും നമ്മൾ ഈ വർഷത്തെ ഇൻകമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട തുക എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. ശേഷം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/12/2018 പ്ലസ് ₹9,000. ഇത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 9,000 rupees ആണെന്നും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അംഗങ്ങളുടെ എണ്ണവും അതുപോലെ ഓരോ അംഗങ്ങളും നൽകുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ടും കൃത്യമായി പറയുന്നത് കൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്നതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് എഴുതി അതിലേക്ക് 1,000 × 100 1000 അംഗങ്ങളിൽ 100 രൂപ വെച്ച് 1,00,000 രൂപ ലഭിക്കുന്നു എന്ന്
റെക്കോർഡ് ചെയ്താൽ മതിയാകും. വളരെ ഈസി ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യനുകളിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റെക്കോർഡ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്, അഡ്വാൻസ് മുതലായവ. അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്, അഡ്വാൻസ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ അസറ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 9,000 റെക്കോർഡ് ചെയ്തതോടുകൂടി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ രേഖപ്പെടുത്തൽ പൂർത്തിയാകുകയാണ്. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വർഷം നമുക്ക് ലഭിക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. പക്ഷേ നമുക്ക് ഈ വർഷത്തെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ലഭിച്ചത് 96,000 രൂപ മാത്രമാണ്. അപ്പോൾ 1,00,000-ൽ നിന്ന് 96,000 മൈനസ് ചെയ്താൽ 4,000 രൂപ നമുക്ക് ഈ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കഴിഞ്ഞ വർഷം സബ്സ്റ്റിറ്റ്യൂഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര രൂപ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 9,000 റുപ്പീസാണ്. ആ 9,000 റുപ്പീസും ഈ വർഷം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് 8,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ എത്ര ബാലൻസ് ഉണ്ട്? 9,000-ൽ നിന്ന് 8,000 മൈനസ് ചെയ്താൽ നമുക്ക് 1,000 രൂപ ലഭിക്കും. സോ ഈ വർഷത്തെ 4,000 രൂപയും കഴിഞ്ഞ വർഷത്തെ 1,000 രൂപയും ചേർത്ത് 5,000 രൂപയാണ് മൊത്തത്തിൽ ഈ വർഷം നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിലനിൽക്കുന്നത്. സോ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ 2018-ലേത് 1,000 രൂപയും അതേപോലെ 2019-ലെ 4,000 രൂപയും ചേർത്ത് 5,000 രൂപ റെക്കോർഡ് ചെയ്യണം. ഇനി ഈ വർഷം കറണ്ട് ഇയറിൽ നമുക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 6,000 രൂപ 2020-ലേത് നമുക്ക് അഡ്വാൻസ് ആയി ലഭിച്ചതായി. ആ 6,000 രൂപ സബ്സ്റ്റിറ്റ്യൂഷൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇതാണ് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. 31/3/2018 എൻഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇയറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് ലഭിച്ചത് 15,000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം 15,000 രൂപയാണ് ഈ വർഷം നമുക്ക് ലഭിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് മാർച്ച് 31, 2018. സോ ഇവിടെ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് ഫോളോ ചെയ്തത് ഫിനാൻഷ്യൽ ഇയർ ആണെന്ന് കാണാൻ കഴിയും. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ വരുന്ന വർഷത്തെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സോ 2017 ഏപ്രിൽ 1 മുതൽ 2018 മാർച്ച് 31 വരെയുള്ള പീരീഡാണ് ഇവിടെ പരിഗണിക്കുന്നത്. സോ ബിഗിനിങ്, അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഏപ്രിൽ 1, 2017 ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീവിയസ് ഇയറിലെ അഡ്വാൻസ്, കറണ്ട് ഇയറിലെ അഡ്വാൻസ് ഇവ തന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ പ്രീവിയസ് ഇയറിൽ, അതായത് ഈ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ തന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ 1/4/2017 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ട്, പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ട് 1,600 രൂപ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കിട്ടേണ്ട 1,600 രൂപ ഈ വർഷത്തെ സബ്സ്റ്റിറ്റ്യൂഷന്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻസ് റിപ്പോർട്ടിൽ കാണിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. കാരണം ഈ വർഷത്തെ ഇൻകം മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. സോ നമുക്ക് ലഭിച്ച 15,000 രൂപയിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷത്തെ സബ്സ്റ്റിറ്റ്യൂഷനായ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനായ 1,600 രൂപ നമ്മൾ മൈനസ് ചെയ്യണം. സോ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു മൈനസ്. ദെൻ അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2018 അഥവാ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ കറണ്ട് ഇയറിൽ ലഭിക്കാനുള്ള തുക തീർച്ചയായിട്ടും ഈ വർഷത്തെ ഇൻകമായിട്ട് നമ്മൾ ഗണിക്കണം. അപ്പോൾ അത് ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. സോ നമ്മൾ അവിടെ പ്ലസ് എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/4/2017 അഥവാ ഈ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് ആയിട്ടുള്ള എമൗണ്ട് 400 രൂപയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം സബ്സ്റ്റിറ്റ്യൂഷൻ 400 രൂപ അഡ്വാൻസ് ആയിട്ട് ഈ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം
കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് എന്ന് പറയുന്നത് ഈ വർഷത്തെ എമൗണ്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഈ വർഷത്തെ ഇൻകത്തോട് ആഡ് ചെയ്ത് കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st March 2018. കറണ്ട് ഇയറിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ലഭിച്ച തുകയാണ്. നിങ്ങൾക്കറിയാം, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്ലിയർ ആക്കിയതാണ്. ഈ വർഷം നമുക്ക് കറണ്ട് ഇയറിലെ അഡ്വാൻസ് ലഭിക്കുന്നത് നെക്സ്റ്റ് ഇയറിലെ എമൗണ്ടാണ്. സോ നെക്സ്റ്റ് ഇയറിലെ എമൗണ്ട് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഇൻകം ആയിട്ട് ഒരിക്കലും നമ്മൾ രേഖപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നമുക്ക് ലഭിച്ച സബ്സ്ക്രിപ്ഷനായ 15,000 രൂപയിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യണം. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമാറ്റിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വരയ്ക്കുന്നു. ആദ്യം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ക്വസ്റ്റ്യനിലേക്ക് നോക്കി നമുക്ക് കാണാം 15,000 rupees നമ്മൾ റെക്കോർഡ് ചെയ്യും. then ആഡ് ചെയ്യാനുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ആഡ് എന്ന് എഴുതി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2018, അതായത് ഈ വർഷത്തിൻ്റെ എൻഡിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2,800 രൂപയാണ്. ആ 2,800 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യും. then അടുത്ത് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഐറ്റം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/4/2017. കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് ലഭിച്ച എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. സോ ആ 400 രൂപ നമ്മൾ ആഡ് ചെയ്യുന്നു. ടോട്ടൽ 3,200 രൂപ ഔട്ടർ കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്തതിൻ്റെ ടോട്ടൽ എടുക്കുന്നു 18,200 രൂപ. ദെൻ മൈനസ് ചെയ്യാനുള്ള ഐറ്റത്തിലേക്ക് വരുന്നു. ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത പ്രകാരം മൈനസ് ചെയ്യാനുള്ള ഐറ്റം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2017, അതായത് പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു 1,600 രൂപ. ദെൻ ഈ വർഷത്തെ അഡ്വാൻസ് ആണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st March 2018. ആ 600 rupees നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ടോട്ടൽ 2,200 rupees 2,200 രൂപ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. 18,200 നിന്ന് 2,200 രൂപ മൈനസ് ചെയ്യുമ്പോൾ 16,000 രൂപ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് സ്റ്റേഷനറിയുടെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഒരു NPOയുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ സ്റ്റേഷനറി കൺസ്യൂമഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് സ്റ്റേഷനറി ടു ബി ഷോൺ ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സ്റ്റേഷനറി എത്രയാണെന്ന് താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദി ഇയർ എൻഡഡ് 31st December 2019 ₹2,160. അതായത് 2019 അവസാനിച്ച അക്കൗണ്ടിങ് ഇയറിൽ സ്റ്റേഷനറി മൊത്തത്തിൽ വാങ്ങിയത് 2,160 രൂപക്കാണ്. ഈ സ്ഥാപനം 2019 വർഷത്തിൽ 2,160 രൂപന്റെ സ്റ്റേഷനറി വാങ്ങിയതായാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 1/1/2019, അതായത് ഈ സ്ഥാപനത്തിന്റെ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആയി 180 രൂപയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഈ വർഷത്തിന്റെ എൻഡിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് 240 രൂപയുടെ സ്റ്റേഷനറിയും ഉണ്ട് എന്നുള്ളത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്റ്റേഷനറി യൂസ്ഡ് അഥവാ സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദി ഇയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ വർഷം ഉപയോഗിച്ച സ്റ്റേഷനറി എത്ര രൂപൻ്റെ ഉണ്ടോ അതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ സ്റ്റേഷനറി കൺസ്യൂംഡ് കാണുക നമുക്ക് നോക്കാം. 2,160 രൂപയ്ക്ക് നമ്മൾ സ്റ്റേഷനറി സാധനങ്ങൾ ഈ വർഷം വാങ്ങിച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നത് ശരിയല്ല. കാരണം 240 രൂപയുടെ സ്റ്റേഷനറി ഇനിയും ഉപയോഗിക്കാതെ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. 2,160 നിന്ന് 240 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്നുള്ളത് മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇനി വാട്ട് അബൌട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി? നമ്മൾ 2,160 രൂപയുടെ സ്റ്റേഷനറി ഈ വർഷം വാങ്ങിച്ചെങ്കിലും കഴിഞ്ഞ വർഷത്തിന്റെ ബാലൻസ് ആയിക്കൊണ്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ 180 രൂപയുടെ സ്റ്റേഷനറി അവൈലബിൾ ആണ്. അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി
നമ്മൾ വാങ്ങിച്ച സ്റ്റേഷനറിയോട് ആഡ് ചെയ്യണം. അഥവാ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി മൈനസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് കൃത്യമായി സ്റ്റേഷനറി കൺസ്യൂം ഡ്യൂറിംഗ് ദി ഇയർ കണ്ടെത്താൻ കഴിയും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദി ഇയർ 2160 രൂപ നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ആഡ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 1/1/2019. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ ആഡ് ചെയ്യുന്നു. 180 റുപ്പീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2340 രൂപ ലഭിക്കുന്നു. ദെൻ ഇതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ മൈനസ് ചെയ്യുന്നു. ലെസ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31/12/2019 240 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2100 രൂപ കിട്ടും. അതാണ് സ്റ്റേഷനറി കൺസ്യൂം ഡ്യൂറിംഗ് ദി ഇയർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റേഷനറി കൺസ്യൂംഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 2100 രൂപയാണ്. ഇങ്ങനെയാണ് സ്റ്റേഷനറി കൺസ്യൂംഡ് നമ്മൾ കണ്ടുപിടിക്കുക. സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. On the basis of the following information, calculate amount that will appear against stationery used in the income and expenditure account for the year ended 31st March 2019. അതായത് താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സ്റ്റേഷനറി കണ്ടെത്താൻ തന്നെയാണ്. അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1st April 2018 മുതൽ 31st March 2019 വരെയുള്ളതാണ്. 31st മാർച്ചിൽ ഇങ്ങനെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം 2018-19 ആണ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാണ്. എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി തന്നിട്ടുണ്ട്. പിന്നെ അധികമായിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ ബിഗിനിങ്ങും അതേപോലെ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദി എൻഡും ആണ്. അപ്പോൾ എന്നാൽ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ കടത്തിന് സ്റ്റേഷനറി വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽസ് ആണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. സ്റ്റേഷനറി കടത്തിന് വാങ്ങിച്ച ഇനത്തിൽ നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ്. അതായത് ഈ വർഷത്തിന്റെ ബിഗിനിങ്ങിൽ അങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച ക്രെഡിറ്റേഴ്സ് ആണ്. അത് എന്താ പേയ്മെന്റ് എടുത്തത്? അതിന്റെ പേയ്മെന്റ് നമ്മൾ നടത്തുന്നത് കഴിഞ്ഞ വർഷത്തിന്റെ കടത്തിന് വാങ്ങിച്ച സ്റ്റേഷനറി കടത്തിന് വാങ്ങിച്ച അതിന്റെ ഭാഗമായിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തുന്നത് ഈ വർഷം. അപ്പൊ നമ്മൾ ഈ വർഷം നടത്തിയ പേയ്മെന്റിൽ സ്റ്റേഷനറിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ച എമൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷവുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നമ്മൾ മൈനസ് ചെയ്യണമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് അറ്റ് ദി എൻഡ് വന്നു കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ കടത്തിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ പോലും സ്റ്റേഷനറി ഇനത്തിൽ നമുക്ക് വന്ന ചെലവാണത്. അതുകൊണ്ട് ആ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദി എൻഡ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് നേരത്തെ നമ്മൾ പഠിച്ചാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് നേരെ വിപരീതമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദി എൻഡ് അതാണ് കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ടത്. അത് നമ്മൾ ആഡ് ചെയ്യണം. അതേപോലെ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ ബിഗിനിങ് നമ്മൾ ലെസ് ചെയ്യണം. ഏതൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആണ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാണ് അത് പ്ലസ് ചെയ്യേണ്ട ഐറ്റമാണ്. അടുത്ത് വരുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അറ്റ് ദ ബിഗിനിങ് ആണ്. ഇത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം അത് കഴിഞ്ഞ വർഷത്തെ പർച്ചേസാണ്. അത് കറണ്ട് ഇയറുമായി ബന്ധമില്ല, പ്രീവിയസ് ഇയറിലെ പർച്ചേസാണ്, ക്രെഡിറ്റ് പർച്ചേസാണ്. അത് നമ്മൾ മൈനസ് ചെയ്യണം. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അറ്റ് ദി എൻഡ് മൈനസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ മൈനസ് ചെയ്യണം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാണ്. ദെൻ ക്രെഡിറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് അറ്റ് ദി എൻഡ്, അതായത് ഈ വർഷത്തിന്റെ എൻഡിൽ നമ്മൾ സ്റ്റേഷനറി കടത്തിന് വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ പർച്ചേസാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ പ്രിപ്പറേഷനിലേക്ക് വന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിൽ നേരത്തെ പോലെ നമ്മൾ വരയ്ക്കുന്നു. ആദ്യം പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദി ഇയർ നമുക്ക് 70,000 തന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. then ആഡ് ചെയ്യാനുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയും അതുപോലെ തന്നെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് അറ്റ് ദി എൻഡുമാണ് ആഡ് ചെയ്യുന്നത്. അത് ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 2018 അഥവാ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 6,000. ദെൻ ക്രെഡിറ്റേഴ്സ് അറ്റ് ദി എൻഡ് അത് 12,000 നമ്മൾ ആഡ് ചെയ്യുന്നു. ടോട്ടൽ 18,000 ആഡ് ചെയ്യുമ്പോൾ 88,000 നമുക്ക് കിട്ടും. മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
അത് ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയാണ് 11,600. അതേപോലെ തന്നെ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ് 1/4/2018 ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി 12,800 രൂപ. അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു 24,400 രൂപ കിട്ടും. ആ 24,400 നേരത്തെ ഗ്രോസ് ടോട്ടലായ 88,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. സോ നമുക്ക് സ്റ്റേഷനറി കൺസ്യൂമഡ് ലഭിക്കുന്നു 63,600 രൂപ. ഈ 63,600 രൂപയാണ് സ്റ്റേഷനറി കൺസ്യൂംഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഈ വർഷത്തെ സ്റ്റേഷനറി ആയിക്കൊണ്ട് റെക്കോർഡ് ചെയ്യണം. നമുക്ക് ചർച്ച ചെയ്യേണ്ട ഏരിയ സ്പെഷ്യൽ ഫണ്ടുകളുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്പെഷ്യൽ ഫണ്ടുകളെല്ലാം തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സുകളാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എവിടെയാണ് കാണിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, സ്പെഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് വല്ല ഇൻകം ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ഫണ്ടിനോട് ആഡ് ചെയ്യണം. ആ ഫണ്ടുമായി റിലേറ്റഡ് ആയ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. അല്ലാതെ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട ഇൻകം എക്സ്പെൻസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദ്യം, ഹൗ ആർ ദി ഫോളോയിങ് ഐറ്റംസ് ഷോൺ ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. താഴെ നമുക്ക് തന്നിട്ടുള്ള ഈ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ഒരു NPOയുടെ അക്കൗണ്ട്സിൽ കാണിക്കുക? നമുക്കറിയാം, ഈ ഫണ്ടുകൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്കാണ് നോക്കുന്നത്. ഇവിടെ ടൂർണമെൻറ്റ് ഫണ്ടാണ് തന്നിട്ടുള്ളത് 1 lakh. അതുമായി ബന്ധപ്പെട്ട് 30,000 രൂപ എക്സ്പെൻസ് ഉണ്ട്. നമുക്കറിയാം, അത് മൈനസ് ചെയ്യണം. റെസിപ്റ്റ്സ് ഫ്രം ടൂർണമെൻറ്റ്, ആ ടൂർണമെൻറ്റിൽ നിന്നുള്ള കളക്ഷനായിട്ട് 40,000 രൂപയുടെ ഇൻകമാണ്, അത് ഫണ്ടിനോട് ആഡ് ചെയ്യണം. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 lakh rupees റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിനോട് ടൂർണമെൻറ്റ് റെസിപ്റ്റ്സ്, നമുക്ക് അതിൽ കിട്ടിയ ഇൻകം ആയിട്ടുള്ള ടൂർണമെൻറ്റ് റെസിപ്റ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ടോട്ടൽ 1,40,000 നമുക്ക് ലഭിക്കും. അതിൽ നിന്ന് ടൂർണമെൻറ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള 30,000 മൈനസ് ചെയ്താൽ 1,10,000 ആണ് യഥാർത്ഥത്തിൽ ലയബിലിറ്റി സൈഡിൽ അപ്പിയർ ചെയ്യുന്ന ബാലൻസ്, ടൂർണമെൻറ്റ് ഫണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ടൂർണമെൻറ്റ് ഫണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൽ പ്രൈസ് ഫണ്ട്, അതുപോലെ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ പ്രൈസ് ഫണ്ട്, പ്രൈസസ് പെയ്ഡ് എന്നിങ്ങനെയുള്ള ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. സോ പ്രൈസ് ഫണ്ടും അതുമായി ബന്ധപ്പെട്ട ഐറ്റംസുമാണ്. പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. പ്രൈസ് ഫണ്ട് പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് വേണ്ട സെക്യൂരിറ്റികളിലോ അല്ലെങ്കിൽ ബാങ്കിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് 45,000 രൂപയാണ്. തീർച്ചയായിട്ടും ഇതൊരു അസറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു അസറ്റാണ്. സോ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അപ്പിയർ ചെയ്യും. ബാക്കി ഐറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻട്രസ്റ്റ് ഓൺ പ്രൈസ് ഫണ്ട്, ഇങ്ങനെ നമ്മൾ നിക്ഷേപം നടത്തിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഇൻകമാണ്, ഇൻട്രസ്റ്റ് ആണ്. അത് ഈ ഫണ്ടിനോട് ആഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ളൊരു ഐറ്റമാണ്. അതേപോലെ തന്നെ പ്രൈസസ് പെയ്ഡ്, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് നമ്മൾക്ക് വന്നിരിക്കുന്ന ചിലവാണ് 24,500, അത് ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. പ്രൈസ് ഫണ്ട് ലയബിലിറ്റി സൈഡിൽ നമ്മൾ 50,000 റെക്കോർഡ് ചെയ്യുന്നു. അതിനോടുകൂടി ഇൻട്രസ്റ്റ് ഓൺ പ്രൈസ് ഫണ്ട് എന്ന് പറയുന്ന ഇൻകം നമ്മൾ 4,500 രൂപ ആഡ് ചെയ്യുന്നു. സോ 54,500 രൂപ നമുക്ക് ലഭിക്കും. then അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസ് പെയ്ഡ് എന്ന് പറയുന്ന എക്സ്പെൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു, 24,500 രൂപ. നെറ്റ് ബാലൻസ് എന്നത് 30,000 രൂപയാണ്. ഇതാണ് ലയബിലിറ്റി സൈഡിൽ പ്രൈസ് ഫണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ സ്പെഷ്യൽ ഫണ്ടുകൾ നമുക്ക് ഒരു NPOയുടെ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുന്ന സമയത്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാൽക്കുലേഷൻസാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ കഴിയും. അതുപോലെ തന്നെ എക്സാമുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇവയൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യനുകളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും കൂടിയാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ ആയാലും അതേപോലെ തന്നെ സ്പെഷ്യൽ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയാലും സ്റ്റേഷനറി ആയാലും ഒക്കെ
കഴിഞ്ഞ എക്സാമുകൾക്ക് ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളാണ്. 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ഏരിയ പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.